അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നു. 9:15 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. 9:15 ഈ കുട്ടി സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ കുട്ടികൾ ഒക്കെ തന്നെ വരുന്ന സമയമാണ്. കുട്ടികൾ പരസ്പരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെരുപ്പ് എടുത്ത് പരസ്പരം എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കുട്ടിയുടെ ചെരുപ്പ് സമീപത്തെ ഒരു സൈക്കിളിന്റെ മുകളിലേക്ക് വീണു. ആ സൈക്കിൾ ഷെഡിന്റെ മുകളിൽ നിന്ന് ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ക്ലാസ് മുറിയിൽ നിന്നുള്ള ഒരു ബെഞ്ച് എടുത്ത് ആ ഷെഡിൽ കൊണ്ടുവച്ച ശേഷം അവിടേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചതാണ്. ശ്രമിച്ച സമയത്ത് പെട്ടെന്ന് കാല് തന്നെ ആ സൈക്കിൾ ഷെഡിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. സമയത്ത് തൊട്ട് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ആ മുകളിൽ കൂടി പോയ വൈദ്യുതി കമ്പിയിൽ പിടിച്ചാണ് അപകടമുണ്ടായത്. ആ അപകടത്തിൽ ഷോക്ക് കേൾക്കുന്നു. ഉടൻ തന്നെ അവിടെ കുട്ടികൾ നിലവിളിച്ചു. കുട്ടികൾ നിലവിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർ അവിടേക്ക് എത്തി സ്കൂളിലെ ആ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പിന്നെ ട്രാൻസ്ഫോമർ അടക്കമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് ഈ കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. സമീപത്തെ വീടുകളിലേക്ക് പോകുന്ന ഗാർഹിക വീടുകളിലേക്ക് പോകുന്ന കണക്ഷനാണ് അവിടെ ആ സ്കൂളിന്റെ ആ സൈക്കിൾ ഷെഡിന്റെ മുകളിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ കമ്പിയിൽ പിടിച്ചാണ്, വൈദ്യുതി കമ്പിയിൽ പിടിച്ചാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള സംഭവം. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മനോജ് സുജ ദമ്പതികളുടെ മകനാണ് ഈ പറയുന്ന മരണപ്പെട്ട മിഥുൻ. 13 വയസ്സാണുള്ളത്. അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ നാട്ടിലുള്ളത്. സുജിൻ എന്ന് പറയുന്ന ഒരു അനിയൻ കൂടിയുണ്ട്. അങ്ങനെ ഉള്ള ഒരു കുഞ്ഞിനാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നത്. കളിചിരികളോടുകൂടി ഇന്ന് സ്കൂളിലേക്ക് വന്നതാണ്. ആ സ്കൂളിൽ എത്തി കുട്ടികളുമായി കൂട്ടുകാരുമായി ഒക്കെ തന്നെ പരസ്പരം കളിച്ച് ചിരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. ശാസ്താംകോട്ട ആശുപത്രിയിലാണ്